ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലേ മിക്സി. അപ്പോൾ ഈ മിക്സി എപ്പോഴും നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ നല്ല പുതുപുത്തം പോലെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ മിക്സിക്ക് ഒരു കവർ ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ലെഗിൻസാണ്. അപ്പോൾ ഇത് പഴയതാണ് കേട്ടോ. അപ്പം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ടൈറ്റ് ആയതോ അല്ലെങ്കിൽ കീറിയതോ ഒക്കെ ആയിട്ട് ലെഗിൻസൊക്കെ നമ്മൾ എടുത്ത് സാധാരണ കളയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കളയേണ്ട കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ലെഗിൻസ് ഇതുപോലെ ഒന്ന് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാല് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വീതിയുള്ള ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനിത് നല്ല ഭാഗമാണ് കാണിച്ചത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉൾഭാഗം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയിൽ അളവൊന്നും നമുക്ക് നോക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ടേപ്പ് ഒന്നും വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ജസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ എത്ര വേണം എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഈ ലെഗിൻസ് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ അല്ലേ അത്. അപ്പോൾ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വലിച്ചിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ ഞാനിത് ഫുള്ളായിട്ട് വലിച്ച് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കിടക്കുന്ന കാലിൻ്റെ ഭാഗമുണ്ട്, അത് നമുക്ക് കട്ടാക്കി മാറ്റണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഞാൻ ആ ലെഗിൻസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം തന്നെ എടുത്തിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കെട്ടിയിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചാക്കി എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി നൂലും വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് തെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ തയ്ക്കാൻ പടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഭാഗം ആ കെട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി വേണ്ട. ഇനി നമുക്കിത് മുകളിലോട്ട് ഒന്നുകൂടി ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് വീണ്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നല്ല ഭാഗമാണ് നമുക്ക് പുറത്ത് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കെട്ടിട്ട ഭാഗം അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ മറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നല്ല ഭാഗം പുറത്തേക്ക് വരും. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ മറിച്ച് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സി കറക്റ്റായിട്ട് മിക്സിക്ക് നമ്മൾ ഉടുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പം കറക്റ്റ് അളവാണ്, നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പഴയ ലൈൻസൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ മിക്സി എപ്പോഴും അഴുക്കും പൊടിയൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ടും അതുപോലെ നല്ല പുതുപുത്തം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കളയണ്ട കേട്ടോ. അത് ഇതുപോലെ ഒന്ന് നിവർത്തി നമ്മൾ നല്ല ഭാഗം എടുക്കുക. അതിന് ശേഷം നമുക്കിതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് കയ്യിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെയിലത്തൊക്കെ നല്ല വെയിൽ ചൂട് സമയമൊക്കെ ആണെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 2 കയ്യിലും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ വെയിലൊന്നും അടിച്ച് കരിവാളിച്ചും കറുത്തൊന്നും പോകാതെ നമുക്ക് എന്താ പറയുക സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ കൈകൾ കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് പഴയ ലെഗിൻസൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ അടിഭാഗത്താക്കി അതിങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കവർ ഇപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാൻ പാടില്ലാത്തവർ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്